ഞാൻ മുസ്തഫ ജമാൽ വട്ടം. നമ്മുടെ പിണറായി സർക്കാരിൻ്റെ ഖജനാവിൽ പണമില്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോകബാങ്കിൽ നിന്ന് പണം കടമായിട്ട് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനാണ്? കേരളത്തിലെ പാവങ്ങൾക്ക് വേണ്ടിയാ, അവരെ പ്രയാസങ്ങൾക്ക് വേണ്ടിയാ. അല്ലെങ്കിൽ നാട്ടിൽ ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുണ്ട്, അത് നന്നാക്കാനാ? അല്ല, അതിനൊന്നല്ല, അതിന് മാത്രമല്ല. കാരണം ഖജനാവിൽ പണമില്ല എന്ന് പറയുമ്പോഴും നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് എന്താ? മുണ്ട് മുറിക്ക് വയറ് മുറിക്ക് നിന്നോളിയും എന്ന് പറഞ്ഞത്. സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞത്. എന്നാൽ പണം പോകുന്ന ഒരു വഴിയുണ്ട്. അങ്ങ് ഡൽഹിയിൽ ഒരാൾ കാവൽ നിൽക്കുന്നുണ്ട്. ആര്? കെ.വി. തോമസ്. എന്തിനാണാവോ എന്നുള്ളത് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറയാം. പക്ഷെ ചില കാര്യങ്ങൾ, അദ്ദേഹത്തിന് കൊടുക്കുന്ന ശമ്പളം, ഒരു മാസത്തെ ശമ്പളം ചെറുതൊന്നല്ല. അത് നമ്മുടെ CPM-ന്റെ മുൻകാല നേതാവ് മാത്രമല്ല, ഇപ്പോഴും നേതാവ് തന്നെയാണ്. പക്ഷേ മുൻകാലം മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു. അദ്ദേഹം തന്നെ വെടുപ്പ് പോലെ ആ കാര്യങ്ങൾ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. എന്തിനാണ് കെ.വി. തോമസിന് ഡൽഹിയിൽ ഇത്രയും വലിയ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ തന്നെ പറയാം. ഡൽഹിയിൽ ഇരുന്ന കെ.വി. തോമസിന് 12 ലക്ഷം രൂപ യാത്ര ചെലവ് മാസം, 2 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളം മാസം. അയാൾക്ക് കോളേജ് പ്രൊഫസറുടെ പെൻഷൻ, MLA-യുടെ പെൻഷൻ, MP-യുടെ പെൻഷൻ, പിന്നെ ഈ ശമ്പളവും. ഒരു മാസം എത്ര ലക്ഷം രൂപ കിട്ടും? പുഴുക്ക് തിന്നും. എന്തിനാ ഇത്രയും പൈസ? ഇത്രയും പൈസ 10-30 ലക്ഷം രൂപയല്ലേ കിട്ടുന്നത് ഒരു മാസം കയ്യിൽ? എന്നാ ശരി, തൽക്കാലം നിർത്താം. ഫോളോ ചെയ്യാൻ മറക്കല്ലേ.